ഒന്നാമത്തത് എന്തെന്നാൽ, ഒന്നാമത്തെ അന്നഹു യൻഹാഹു അനി ത്വാഅതി, ഒന്ന് ആരാധന ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചതിയാണ്. ഏത്? ആരാധന ചെയ്യാൻ അത് ഏറ്റവും ചെറിയ ചതിയാണ്. ഇവന് കുറ്റബോധം ഉണ്ടാവും. ആർക്ക്? നിസ്കരിക്കാത്തവന് 100% എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും. നിസ്കരിക്കാനേ ശൈത്താൻ സമ്മതിക്കൂല. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇവിടെ വരാറുണ്ട് കുറച്ച് ആളുകൾ. ഏട്ടക്കെട്ടക്ക് വരും, നിസ്കരിക്കാൻ കഴിയില്ല ഉസ്താദേ, നിസ്കരിക്കാൻ കഴിയില്ല ഉസ്താദേ. നിസ്കരിച്ച ഞാൻ യോഗ്യനാണെന്ന് പറയുന്ന ഉസ്താദിനേക്കാൾ എത്ര വലിയ ആളായിരിക്കും ആ വ്യക്തി. എന്തുകൊണ്ട്? ആ വ്യക്തിക്ക് പിശാച് കൂടിപ്പോയതാണ്, അതുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. അതേ സമയത്ത് കൽബ് പൊട്ടാണ്. എന്തിന്? നാളെ ഞാൻ അള്ളാൻ്റെ കോടതിയിൽ പരാജയപ്പെടുമല്ലോ, എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്താണ് ഉസ്താദ് ഇതിനൊരു വഴി പറഞ്ഞേരി, നിസ്കരിക്കാനാണ് കഴിയില്ല. അതേസമയത്ത് ഉസ്താദും, അതേസമയത്ത് ഉസ്താദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ, ഇവിടെ ഉസ്താദ് ഞാനാണല്ലോ, എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം ഞാൻ ഏതായാലും അവിടെ എന്താ വിചാരിക്കുന്നത്? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഏതായാലും തോൽക്കൂല, കാരണം അതിൽ കൊമ്മയൊന്നും വന്നിട്ടില്ല. ഫാത്തിർ അധ്യായത്തിൻ്റെ 5-6 ആയത്തുകൾ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, മനുഷ്യരെ എന്നാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കരാർ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഫലാ തഗുറന്നക്കും, ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം. വലാ യഗുറന്നക്കും ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, അൽ ഗറൂർ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഈ വഅദ്, ഈ കരാറ് തീർച്ചയായും സത്യമാണ് എന്ന വിഷയത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, അൽ ഗറൂർ, ഏറ്റവും വലിയ ചതിയൻ, അഥവാ പിശാച്. ഇന്ന ശൈത്താന, തീർച്ചയായും പിശാച് ലക്കും, നിങ്ങൾക്ക് അദുവൻ, ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവൻ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അവൻ നിങ്ങൾക്കുള്ള ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവൻ അവൻ്റെ ആളുകളെ ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവർ നരകാവകാശികൾ ആകുന്നതിന് വേണ്ടി മാത്രമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഫാത്തിർ അധ്യായത്തിന് 5-6 ആയത്ത്. ഈ കഴിഞ്ഞ ആഴ്ച തുടങ്ങി അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. നല്ല തല കൊടുത്ത് ചിന്തിക്കണം. ചില സുഷിരങ്ങളാണ് നോമ്പിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്. നോമ്പ് എന്നത് ഒരു നന്മയുടെ പൂക്കാലാണ്, അതായത് തിന്മയുടെ പൂക്കാലവുമാവും. നന്മയും തിന്മയും തമ്മിൽ വളരെ ചെറിയ വിടവാണ്. അത് ആഴത്തിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ നന്മയും തിന്മയും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പ്രത്യക്ഷത്തിലെ ഒരു നന്മയും നന്മയായി പരിഗണിക്കേണ്ട, വളരെ ചിന്തിക്കണം. ഒരു പ്രത്യക്ഷ നന്മയും നന്മയായി പരിഗണിക്കേണ്ട. നന്മ എന്ന് പറഞ്ഞാൽ വളരെ ആഴമുള്ള ഒരു സാധനം, അത് നന്മ. അതായത് അതിന് വളരെ ഡീപ്പായ ആഴത്തിൽ അത് നന്മയാവുക. പക്ഷെ അതിനിടയിലുള്ള ജനങ്ങളെല്ലാം അത് നന്മ എന്നറിയും, അത് നന്മയാവില്ല. ഒരു കാര്യം നന്മയാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്, അത്രയും ആഴത്തിലായിരിക്കും, ഉണ്ടെങ്കിലേ നന്മയാവുള്ളൂ. നമ്മൾ നിസ്കാരമാവില്ല. എന്നാൽ ഫർള് നിസ്കരിക്കണം. പക്ഷെ എന്തുകൊണ്ട്? അത് മഅ്മൂറാണ്, അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതേസമയത്ത് നമ്മളെ ദിക്റാകോ? ഇല്ല. സലാത്താകോ? ഇല്ല. നമ്മളൊരു സ്വതക്ക കൊടുത്താൽ അത് സ്വതക്കയാവോ? ഇല്ല. നമ്മൾ ഹജ്ജ് ചെയ്താൽ ഹജ്ജാകോ? ഇല്ല. ആയുസ് മുഴുവനും ബാപ്പ 1-ാം കൊല്ലം 1-ാമത്തെ വയസ്സിൽ തന്നെ ബാപ്പ ഹജ്ജിന് കൊണ്ടുപോയി പഠിപ്പിച്ചു. പിന്നെ മരിക്കുന്നത് വരെ 90 വയസ്സ് വരെ ഹജ്ജ് ചെയ്തു. 90 ഹജ്ജ് കിട്ടി ഒരു കൊല്ലത്തിൽ. ഹജ്ജാവോ? ഇല്ല. ജനങ്ങൾക്ക് ഹജ്ജാവും, അള്ളാഹ്ക്ക് ഹജ്ജാവില്ല. ആയുസ് മുഴുവൻ സ്വതക്ക കൊടുത്താൽ സ്വതക്കയാവോ? ഇല്ല. ആയുസ്സും നോമ്പോറ്റാൽ നോമ്പാവോ? ഇല്ല. കാരണം അവിടെയൊക്കെ പിശാച് കളിക്കും. പിശാച് ഏറ്റവും കളിക്കുക ദീനിലാണ്. സുമ്മല ആതിയന്നഹും മിൻ ബൈനി ഐദിഹിം, അവരെ മുന്നിലൂടെ കയറും. വമിൻ ഖൽഫിഹിം, പിന്നിലൂടെയും കയറും. മുന്ന് ദീന് ഒരു വ്യാഖ്യാനാണത്. മുന്ന് എന്നാൽ ദീന്. വേറെ വ്യാഖ്യാനമുണ്ട്. ഒരു വ്യാഖ്യാനം ഇതാണ്, മുന്നെന്ന ദീനിലൂടെ പിശാച് കയറും. ഒരു കള്ളുടിയൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ചിലപ്പോൾ സ്വീകരിക്കപ്പെടാം. അതേസമയത്ത് രാവും പകലും നന്മ ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടാതെയും ഇരിക്കാം.
അതിന് സാധ്യത വളരെ കൂടുതലാണ്. അത് കള്ളുടിക്കാൻ വേണ്ടി പറയല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കള്ള് കുടിച്ചവനെ പിശാചിനെ വഞ്ചിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ഒരു വഞ്ചനയിൽ അകപ്പെട്ടു, ഇനിയൊരു വഞ്ചന ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു സ്വാലിയ മനുഷ്യനെ പിശാചിനെ വഞ്ചിക്കാൻ 100 വഴിയാണ്. ഒന്നും അറിയാത്തൊരു നാടൻ അള്ളാൻ്റെ ആളാവും, എല്ലാം അറിയുന്നൊരു ആലിമ് ഇബ്ലീസിൻ്റെ ആളാവും. ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു പ്രശ്നമാണ്. ഇത് നിസ്സാരമായി കണക്കാക്കരുത്. അത് വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇതൊന്നും പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഈ തപ്പിയും തലയെക്കെട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കൃഷിപ്പണിക്ക് പോകണം നല്ലതാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതെന്താണ്? ഈ തലയെക്കെട്ട് തൊപ്പി ജനങ്ങളിൽ നിന്ന് പൈസ ഈടാക്കാനുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ അത് പിശാചിൻ്റെ വഴിയാണ്. എന്നാൽ ഇതേ വഴി തന്നെ അള്ളാഹിൻ്റെ വഴിയാക്കിക്കൂടെ? ആക്കാം. പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം കള്ളുകുടിയൻ കള്ളു കുടിച്ചു, 1ാം ഘട്ടത്തിൽ അവൻ തോറ്റു, 2ാം ഘട്ടത്തിൽ ജയിക്കും. കള്ളുകുടിയൻ കള്ളു കുടിച്ചു, അപ്പോൾ അവൻ തോറ്റു. അള്ളാഹു തആല പറഞ്ഞതിനെതിരെ ചെയ്തു, തോറ്റു. കള്ളുകുടിയൻ കള്ളുടിച്ചു, അപ്പം തോറ്റു. 1ാം ഘട്ടത്തിൽ തോറ്റു. എന്തിൽ തോറ്റു? അമലിൽ തോറ്റു. കള്ളുകുടി ഒരു അമലാണ്, അതിലൊന്ന് തോറ്റു. കള്ളുടിച്ചപ്പോൾ അമലിൽ തോറ്റു. പക്ഷെ അഖീദയിൽ ജയിച്ചു. ഇവിടെ അഖീദയിൽ ജയിക്കുന്നത് ഇത് കുറ്റകരമാണല്ലോ എന്നവന് ഉറപ്പുണ്ട്. ഞാൻ കുറ്റമാണ് ചെയ്തത് എന്നും ഉറപ്പുണ്ട്. അമലിൽ തോറ്റു. എൻ്റെ മഹാനായ റബ്ബ് ഇതിനെ നിരോധിച്ചിട്ടുണ്ട്, നിഷേധിച്ചിട്ടുണ്ട് എന്നും അവനറിയാം. അപ്പോൾ അവൻ്റെ റബ്ബിനെ വലിപ്പപ്പെടുത്തിയ റബ്ബിൻ്റെ മുന്നിലും തോറ്റു എന്നും അറിഞ്ഞു. അതിന് ശേഷം പിന്നെന്താണ്ടാവുന്നത്? ഇതിനാലുണ്ടാവുന്ന കാര്യം തൗബയാണ്. അതാ കള്ളു കുടിച്ച് തീരുന്നത് മുതൽ മരണം വരെ തൗബയാണ്. റബ്ബേ, എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയണില്ല. ഞാൻ പല ശ്രമിക്കണം, കയ്യും കാലും വിറച്ചെടുക്കണില്ല. പഠിച്ചോനെ, ഞാൻ എൻ്റെ ചങ്ങായിമാരെ സെറ്റ് പെട്ടുപോവുകയാണ്. ഞാൻ എന്നും വിചാരിക്കുന്നു സെറ്റ് പെടേണ്ടതാണ്, പക്ഷെ പിന്നെയും പെട്ടുപോവുകയാണ്. റബ്ബേ, അവൻ സിറിലാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. പക്ഷെ മൂല്യര് ജഹറിലാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്. മൂല്യർക്ക് സിറിൽ അസ്തഗ്ഫിറുല്ലാഹ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കള്ളുകുടിയൻ സിറിലാണ് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്. അതാണ് യഥാർത്ഥ തൗബയും. മൂല്യര് ആകുന്ന ഞാൻ സിറിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയില്ല. എന്തുകൊണ്ട്? ഞാൻ തെറ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെന്തിനാ സിറിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? വളരെ ചിന്തിക്കണം. ആയുസ് മുഴുവനും മൂല്യരും പള്ളി കമ്മിറ്റിയും പള്ളി പ്രസിഡന്റും പള്ളി സെക്രട്ടറിയും ഒക്കെ ആയി നടക്കണ ഒരു തൊപ്പിടും. എന്തുകൊണ്ട്? അവരെ ചതിക്കും. ആര് ചതിക്കും? പിശാച് ചതിക്കും. അതേ സമയത്ത് 1ാം ഘട്ടത്തിൽ തോറ്റത് കൊണ്ട് ഇനി അവനൊരു തോൽവിയില്ല. ആർക്ക്? കള്ളുടിയൻ തോറ്റു. അവനറിഞ്ഞ് ഞാൻ തോറ്റു. എന്ത് പ്രശ്നമുള്ള അവന്? പിന്നുള്ളത് അവന് കയറ്റാണ്. എന്ത്? പഠിച്ചവനെ മാപ്പാക്കണം. ഓരും കാണാതെ, ഓൻ്റെ പെണ്ണുങ്ങൾ വരെ കാണാതെ നട്ടപ്പാതിരക്ക് എണീറ്റ് നിന്നിട്ട് ഓൻ കരയുക, റബ്ബേ മാപ്പാക്കണം, ഇജ്ജ് മാപ്പാക്കണം. ഇങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം മൂല്യർ ചെയ്യൂല എന്നല്ല, പള്ളി പ്രസിഡന്റ് ചെയ്യൂല എന്നല്ല, പള്ളി സെക്രട്ടറി ചെയ്യൂല എന്നല്ല. പക്ഷെ സാധ്യത വളരെ പലപ്പോഴും കുറവാകുക. എന്തുകൊണ്ട്? സാധാരണഗതിയിൽ നമ്മളെപ്പറ്റി മനസ്സിലാക്കുന്ന നമ്മൾ നല്ലവരാണെന്നാണ്. അപ്പം സിറിൽ തൗബ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇല്ല.
ചിന്തിക്ക്. ഇവിടെ ചതിച്ചു. ആരെ ചതിച്ചു? നല്ലോരെ ചതിച്ചു. ആര് ചതിച്ചു? പിശാച് ചതിച്ചു. മോശപ്പെട്ടവനെ ഒന്നാം ഘട്ടത്തിൽ ചതിച്ചതുകൊണ്ട് ജയിച്ചു. നിങ്ങളെല്ലാവരും കള്ളുടിക്കാൻ വേണ്ടി പറയല്ല, കള്ളുടിക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ മനുഷ്യൻ തല തുറന്ന് ചിന്തിക്കണം. ജനങ്ങൾ മുന്നിൽ അംഗീകരിക്കപ്പെടുന്നവൻ മഗ്റൂറാവും, വഞ്ചിക്കപ്പെട്ടവൻ. ജനങ്ങൾ മുന്നിൽ അംഗീകരിക്കപ്പെടാത്തവൻ നാജിഹാവും, രക്ഷപ്പെട്ടവൻ. കാരണം അവൻ മദ്ഫൂഉൻ ബിൽ അബ്വാബാണ്. അവൻ വാതിൽക്കൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവനാണ്. അപ്പോൾ അവന് ഉറപ്പുണ്ട്, ഞാൻ ആജാതി അമുക്കായിട്ടല്ലേ എന്നെ ആട്ടിയത്, എൻ്റെ റബ്ബെ ജിന്നെ നന്നാക്കി തരണം. അതേ സമയത്ത് ഞാനിങ്ങനെ കയറി വരുമ്പോൾ നിങ്ങളെല്ലാവരും എണീറ്റുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സൻ തന്നോട് പറയാം, ഞാൻ അതിന് മാത്രം ഉണ്ടായതുകൊണ്ടല്ലേ ഒരെണീറ്റ്. അപ്പം ഞാൻ തോറ്റു. കള്ളുടിയൻ ജയിച്ചു, ഞാൻ തോറ്റു. ആരെ മുന്നിൽ തോറ്റു? അള്ളാഹുവിന് മുന്നിൽ തോറ്റു, ഞാൻ തോറ്റു. ചിന്തിക്ക്, ചിന്തിക്ക്. നല്ലൊരു തോൽക്കാനുള്ള സാധ്യത 100%. മോശപ്പെട്ടവർ ജയിക്കാനുള്ള സാധ്യതയും 100%. 99 അല്ല, 100. നമ്മൾ നന്മ വാരിക്കൂട്ടാൻ ഒരുങ്ങുന്ന കാലാണ് നോമ്പ്. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞൊല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് നോമ്പിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ മോശപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വണ്ടി, ഒരു സത്യത്തിൽ ഒരു നഫ്സിനെ ഗാരേജ് കയറ്റലാണല്ലോ റമളാൻ. ഒരു നഫ്സിനെ ഗാരേജ് കയറ്റലാണല്ലോ റമളാൻ. എന്ത് അതിനൊന്ന് അതിൻ്റെ ടെക്നിക്സൊക്കെ അറിയുന്ന എന്താ പറയുക, ഒരാളടുത്ത് കയറ്റി പരിശോധിച്ച് ക്ലിയറാക്കി സർട്ടിഫിക്കറ്റ് പുതിയ മാറ്റി വിരിച്ച് തന്നു. അപ്പം നമ്മളെ വണ്ടി 5000 കിലോമീറ്റർ ഓടി. 5000 കിലോമീറ്റർ ഓടിയാൽ ഒന്ന് ഗാരേജ് കയറ്റുക എന്നത് വണ്ടിൻ്റെ ഒരു ശൈലിയിൽപ്പെട്ടത്. അതേസമയത്ത് ഈ 5000 കിലോമീറ്റർ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് ഓടിയിട്ടുള്ളൂ. അതിനിടയിലുള്ള പല സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ലൈനർ മാറ്റി, മറ്റത് മാറ്റി, മുറിച്ച് മാറ്റി, ഒക്കെ മാറ്റി, വണ്ടി ടയർ മാറ്റി, എല്ലാം മാറ്റിയിട്ടുണ്ട് ഈ 5000. അതേസമയത്ത് 5000 കിലോമീറ്റർ ആകുമ്പോൾ ഒന്ന് കമ്പനിയുടെ ഷോറൂമിൽ എത്തിക്കുക എന്നുള്ളത് കമ്പനിയുടെ സിസ്റ്റത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് 5000, 10000, 15000 അതിങ്ങനെ കൃത്യമാക്കുക. അപ്പോൾ ഇനി വണ്ടി വിൽക്കണമെങ്കിലും ഇത് കൃത്യമാക്കിയാൽ മാത്രമേ വണ്ടിയോടെ വിൽക്കാൻ പറ്റുള്ളൂ. ഇന്നപ്പോഴേ നല്ല വില കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 4999 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വണ്ടി ഷോറൂമിൽ, കമ്പനിയുടെ ഷോറൂമിലേക്ക് കൊടുത്തേക്കും. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തേക്കും. എന്താ നമ്മളെ മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? എന്താണ് മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? എന്താ മനസ്സിലുള്ളത്? അതിലൊന്നും മാറ്റല്ല, ഒക്കെ പുതിയതാണ്. പിന്നപ്പം 5000 കിലോമീറ്ററിലൊന്ന് കമ്പനിയുടെ ഷോറൂമിൽ കാണിച്ച് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാന്നുള്ള നിർബന്ധമല്ലേ? അതോടെ ഇപ്പോൾ കൊണ്ടേ കൊടുക്ക്. ജാബിറെ, എൻ്റെ വണ്ടി കൊണ്ടിറക്കണേ ജാബിറ. അപ്പോൾ ജാബിറോട് ഞാൻ പറഞ്ഞു, ജാബിറെ ഇതിൽ പനക്കറിയാലോ എല്ലാം നമ്മൾ മാറ്റിയതാണ്. കിരികിരി കേൾക്കുമ്പോഴത്തേന് നമ്മൾ അത് മാറ്റി, ഇത് മാറ്റി, മറ്റേത് സ്റ്റെയറിങ്ങിൻ്റെ മറ്റേ എന്താ പറയുക, എല്ലാ സാധനം മാറ്റിയിട്ടുണ്ട്. എല്ലാ ലൈനറും കുയിനറും ഒക്കെ മാറ്റിയിട്ടുണ്ട്. അലൈൻമെൻ്റ് ഒക്കെ 100 വട്ടം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കവിഷം പുക നമ്മൾ 6 മാസമല്ല, ഈ ഓരോ മാസം പുകയൊക്കെയുണ്ട്. എല്ലാം ക്ലിയറാണ്. എന്നാലും ഉണ്ടല്ലോ എന്ത് കമ്പനി ഇന്നൊരു സർട്ടിഫിക്കറ്റ് ഇട്ടുണ്ടോ 5000 അപ്പോൾ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക്. ഇത് രാവിലെ കൊണ്ടുപോയിട്ട് ഇതിന് പണിയൊന്നുമില്ല, നിങ്ങളൊന്ന് നോക്കിയാണ്ട് ക്ലിയറാക്കി, നിങ്ങൾക്ക് എന്താ തരേണ്ടത് അത് തരാം, നിങ്ങൾ പെട്ടെന്ന് വണ്ടി വിട്ടുതരാം. നാളെ ഓല് വണ്ടി വേഗം വിട്ടുതരും. എന്തുകൊണ്ട്? ഇതിലൊന്നും മാറ്റാനില്ല എന്നുള്ളത് കമ്പ്യൂട്ടർ കയറിച്ചാൽ അറിയാലോ. പിന്നെന്തിനാ നമ്മൾ? പക്ഷേ നിർബന്ധ സാഹചര്യത്തിൽ അവിടെ കൊണ്ടിടക്കല്ല, നിർവാഹമില്ലല്ലോ എന്ന നിലക്കാണ് നമ്മൾ വണ്ടി കമ്പനി ഷോറൂമിലേക്ക് 5000 കിലോമീറ്റർ ആകുമ്പോൾ കൊടുത്തേക്കുന്നത്. വേറൊരു തണ്ട് ഓൻ്റെ വണ്ടി 5000 തന്നെ കയറ്റിട്ടില്ല, ഇപ്പൊ 15000 ഒന്നോട്ട് മാറ്റിയിട്ടില്ല. കിരികിരിൻ്റെ എല്ലാ കിരികിരിയും കഴിഞ്ഞിട്ട് ഇപ്പം ചെവി കൊട്ടിയിറക്കണ കിരികിരി ആയതുകൊണ്ട് പിന്നെ അതൊന്നൊരു ഏർപ്പാടായി മാറി.
അപ്പോൾ ഈ 15,000-നും 20,000-നും ആദ്യമായി കൊടുത്തേക്കുന്ന ബൻ്റെ മനസ്സിലെന്താണ്? ഇതിൻ്റെ കാര്യം പോക്ക. മിക്കവാറും എന്താ, ഞാൻ അങ്ങനെയാണ് വണ്ടിയെങ്കിൽ എന്താ ഞാൻ ജാബിറിനോട് പറയാം, ജാബിറെ ആ വണ്ടി വാങ്ങണ പൈസ മിക്കവാറും ഷോറൂമിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും കൊണ്ടേയൊക്കെ ഇന്നും നാളെയൊന്നും കിട്ടൂല, ഉറപ്പായിട്ടും കിട്ടൂല. നമുക്ക് ഏതായാലും വേറെ തന്നെ വണ്ടി എടുത്ത് ഓടാം. അടുത്ത തിങ്കളാഴ്ച വരെ നമുക്ക് കൊണ്ടേ കൂടെ ഒന്ന് മൂപ്പരോടൊന്ന് ചോദിച്ചാളാ എന്നാ പറയാ. കാരണം ഒരാഴ്ച മുഴുവൻ അവിടെ നിർത്തി കൊടുക്കേണ്ടി വരും. ആജാതി മിസ്റ്റേക്കാണ് ഈ വണ്ടിക്കുള്ളതെന്നാണല്ലോ അവന്റെ വിശ്വാസം. ആണോ അല്ലേ? ആണ്. ഇപ്പൊ നമ്മൾ റമദാൻ പറയാൻ നിൽക്കുക, നമ്മൾ നല്ലവരല്ലേ? നമ്മൾ നല്ലവരാണല്ലോ. പിന്നെ എന്ത്, ഈ ഗാരേജ് നമ്മൾ കയറ്റൽ നിർബന്ധമായതുകൊണ്ട് കയറ്റാണ്. അല്ല അവൻ്റെ ആണോ അല്ലേ? ഏത് നേരെ മറിച്ച് ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് ഞാൻ താൻ തന്നെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് റമളാൻ അത് ഗൗരവം തന്നെയാണ്. എന്തുകൊണ്ട്? ഇത് കഴിഞ്ഞ റമളാൻ തന്നെ വേണ്ട മാതിരി ആയിട്ടില്ല, ഈ റമളാനിലെങ്കിലും പിടിക്കണം. റമളാൻ ആകുമ്പോൾ കച്ചവടം നിർത്തുന്ന ആളുകളെ എനിക്കറിയും. കച്ചവടം നിർത്തും, റമളാനിലാവൂല, കച്ചവടം തന്നെ വേണ്ട. റമളാനിൽ തൻ്റെ തൊഴിലിൽ നിന്ന് ഒരു മാസം ലീവ് എടുക്കുന്ന ആളെ എനിക്കറിയും. ഒന്ന് ഒരുങ്ങണം, ഇക്കൊല്ലത്തെ റമളാനിൽ റബ്ബിനെ കിട്ടണം. ആ വ്യക്തിയുടെ മനസ്സെന്താ പറയാ? ആ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി, അതൊരു നീർച്ചക്കടായിട്ടല്ല, ഞാൻ അതും നാശവും. അതൊരു നീർച്ചക്കടായിട്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിനെ കിട്ടണം. അതായത് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെ, അങ്ങനെ ചങ്ങായി. പെണ്ണുങ്ങളെ മേലെ പെണ്ണുങ്ങളുള്ള ഞാന് ഒരു പെണ്ണ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിന് മേനല്ലല്ലോ. ഒരു പെണ്ണിനെ കിട്ടണം എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? തലക്ക് കയറ്റി എനിക്ക് എൻ്റെ റബ്ബിനെ കിട്ടണം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് ഉറപ്പുണ്ട് എൻ്റെ കൂടെ റബ്ബ് ഇല്ല, അപ്പോൾ റബ്ബിന് ആവശ്യമുണ്ട്. ഒരു കമ്മില്ലാതെ എല്ലാ ടയറും മറ്റതും മറിച്ചവും ബ്രേക്കും എല്ലാം 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 ക്ലിയറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു കമ്പനിയിലാണ് കയറുന്നത്. അവിടെ നിന്ന് എഴുതി കൊടുത്തു. അപ്പോൾ അത് എൻ്റെ കമ്പനിൻ്റെ ചാർട്ടിൽ എഴുതി കയറ്റി. ഇനി പിന്നെ എന്ത് ചെയ്യുക, യൂസ്ഡ് കാറിൻ്റെ കൂട്ടത്തിലേക്ക് ഈ കാറ് കൊടുത്തേക്കാണെങ്കിൽ എന്താ പറയാ, ഇത് 100% ഈ കാർ. മനസ്സിലായ? അങ്ങനെയല്ലേ? അതേ സമയത്ത് വേണ്ടത്ര പണി എടുപ്പിച്ചിട്ടുമില്ല, കമ്പനിക്കും കൊടുത്തയച്ചിട്ടില്ല. എന്തോ സാധനം പൊളിഞ്ഞ് തല പൊളിയുമ്പോൾ മാറ്റിയതേ ഉള്ളൂ. അങ്ങനത്തെ ഒരുത്തൻ്റെ കാറ് വിൽക്കാൻ കൊടുത്തേക്കുമ്പോൾ എന്താ പറയാ, മാർക്കറ്റിൽ ഇത് 1,00,000 കിലോമീറ്റർ ഓടിയതിന് 7-8 ഒക്കെ ഉണ്ടെന്നാ കേൾക്കണേ. നമ്മളിന് 4 വരെ കിട്ടൂല. എന്തുകൊണ്ട്? ഇതൊരൊറ്റ വട്ടം ഓടിച്ചു നോക്കിയാൽ അറിയാത്ത പൊളിയാണ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മളെപ്പോലത്തെ പോലെ മനസ്സിലെ ധാരണ നമ്മളെല്ലാവരും നല്ലവരാണെന്ന്. അപ്പോൾ നമ്മളെ ചതിച്ചു. ആര് ചതിച്ചു? ഇബ്ലീസ് ചതിച്ചു. അത് വളരെ തലക്ക് ചിന്തിക്കണം, ഭയങ്കര വളരെ വളരെ ചിന്തിക്കണം. മനുഷ്യൻ ഇവിടെയൊക്കെ തോറ്റുപോകുക, തോൽക്കന്നെയും. അമലിൽ മേഞ്ഞ് നടക്കുകയാണെങ്കിലും നഫ്സിനെ നിയന്ത്രിച്ചാളാ. വല്ലാതെ അമലിൽ മേയാൻ വിടണ്ട. എവിടെ ഉണ്ട് ഈ വരി? മുർദയിലുണ്ട്. നീ നഫ്സിനെ നിയന്ത്രിക്ക്. ആ നഫ്സ് ഫിൽ അഅമാലി സായിമ, അമലിൽ മേഞ്ഞ് നടക്കുകയാണെങ്കിലും നിയന്ത്രിച്ചാളാ. വല്ലാതെ അമൽ ചെയ്യണ്ട, കുറച്ചുറങ്ങിക്കോ. കാരണം കൂടുതൽ അമൽ ചെയ്താൽ നിനക്ക് എന്തു വരും? റുജുബ് വരും, ഒരാശ്ചര്യം. ഇങ്ങനെയൊന്നും അമൽ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മൊല്ലാക്കാൻ്റെ അടുത്തൊക്കെ ഒരാൾ വെള്ളം ഊതി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നിനക്ക് പുച്ഛം തോന്നും. ആ മൊല്ലാക്കൊക്കെ പള്ളിയിൽ വരെ മൂല്യത കൊത്തു പോകുമ്പോൾ ഇരുന്ന് ഉറങ്ങണ പണി അയാൾക്ക്.
എനിക്ക് അള്ളാ 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 എന്നല്ലാത്തൊരു പണിയില്ല തന്നെ. അപ്പോൾ ഓനും ആ സോക്കേട് മാറാൻ നല്ലത് മൊല്ലാക്ക വന്നിരിക്കുകയല്ല, പറയാ ഞാൻ വന്നിരിക്കുക. പക്ഷെ പോയത്തക്കാർ എൻ്റെ വലിപ്പത്തര ഓൽക്ക് അറിയില്ല. ഇപ്പം ജാരായി, ഇപ്പം ജാരായി, അന ഖൈറും മിന്നു, ഇപ്പം ജാരായി, അന ഖൈറും മിന്നുലെത്തിയാൽ ഇപ്പം ജാരായി. പറയുടെ ചങ്ങ ജാരായി. ഇബ്ലീസ് വളരെ തല കൊടുത്തിട്ട് ചിന്തിക്കണം. ആരും വഞ്ചിതരാണ്, നമ്മൾ വഞ്ചിതരാണ്. ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും, ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ. ഇന്ന ശൈത്വാന, ആ ആയത്ത് മൊത്തം ഞാൻ രണ്ടായത്ത് അർത്ഥം വെച്ചുതരാം, എൻ്റെ ചർച്ചയാണ്. യാ അയ്യുന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖുൻ, അല്ലാഹുവിൻ്റെ കരാർ യാഥാർത്ഥ്യമാണ്. ഫലാ തഗുറന്നക്കും, അതുകൊണ്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, അൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നക്കും ബില്ലാ, അല്ലാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ അൽ ഗറൂർ, ഏറ്റവും വലിയ ചതിയൻ, അതായത് പിശാച്. സൂറത്ത് ഫാത്തിറിൻ്റെ 5-6 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. حسبي ربي جل الله حسبي ربي جل الله ഒരു ഏരിയ പറഞ്ഞുതരാം. റൗളത്തു ത്വാലിബീനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇമാം ഗസാലി തങ്ങളുടെ റൗളത്തു ത്വാലിബീനിൽ നിന്നാണ് വായിക്കുന്നത്. ഫി ബയാനി മഅരിഫത്തി ഹിയലി ശൈത്വാനി വ മുഖാദഅതിഹി, പിശാചിൻ്റെ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, ചതികൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കലിനെ വിശദീകരിക്കുക. ഫി ബയാനി മഅരിഫത്തി ഹിയലി ശൈത്വാനി വ മുഖാദഅതിഹി എന്ന റൗളത്തു ത്വാലിബീനിലെ 20-ാമത്തെ അധ്യായം. അമ്മാ മഅരിഫത്തുൽ ഹിയലി വൽ മുഖാദഅതി മിന ശൈത്വാനി മഅ ഇബ്നി ആദമ ഫി ത്വാഅതി ഫഹിയ മിൻ 7 ഔജുഹിൻ. ആരാധനയിൽ തന്നെ പിശാച് 7 വഴിയിൽ മനുഷ്യനെ ചതിക്കും. ആരാധനയിൽ പിശാച് മനുഷ്യനെ ചതിക്കുന്ന വഴികൾ 7 റൗളത്തു ത്വാലിബീൻ, ഇമാം ഗസാലി തങ്ങളുടെ കിതാബ്. മനസ്സിലായില്ലേ? ഇമാം ഗസാലിയുടെ എഴുതി വെക്കണേ, കുട്ടികൾ എഴുതി വെക്കണേ, ശ്രദ്ധിക്കണേ. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا الله 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 عليه توكل الله الله الله. أما معرفة الحيل والمخادعات من الشيطان مع ابن آدم في الطاعات فهي من 7 أوجه. ആരാധനയിൽ പിശാച് മനുഷ്യനെ 7 വഴിയിലൂടെ ചതിക്കും. ഇമാം ഗസാലി തങ്ങൾ പറയാം റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാലോ, ഇമാം ഗസാലി തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അതൊരു തീരുമാനമാണ്. അത്രയും വലിയ മഹാനാണ് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു, മുഹമ്മദ് ബിൻ മുഹമ്മദ് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു.
അഹദുഹ, ഒന്നാമത്തത് എന്തെന്നാൽ അന്നഹു യൻഹാഹു അനി ത്വാഅതി, ഒന്ന് ആരാധന ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ചതിയ. ഏത്? ആരാധന ചെയ്യാൻ അത് ഏറ്റവും ചെറിയ ചതിയാണ്. ഇവന് കുറ്റബോധം ഉണ്ടാവും. ആർക്ക്? നിസ്കരിക്കാത്തവന് 100% എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും. നിസ്കരിക്കാനേ ശൈത്താൻ സമ്മതിക്കൂല. പൊട്ടി കരഞ്ഞുകൊണ്ട് ഇവിടെ വരാറുണ്ട് കുറച്ചാളുകൾ. ഏട്ടക്കടക്ക് വരും, നിസ്കരിക്കാൻ കഴിയില്ല ഉസ്താദേ, നിസ്കരിക്കാൻ കഴിയില്ല ഉസ്താദേ. നിസ്കരിച്ച ഞാൻ യോഗ്യനാണെന്ന് പറയുന്ന ഉസ്താദിനേക്കാൾ എത്രയോ വലിയ ആളായിരിക്കും ആ വ്യക്തി. എന്തുകൊണ്ട്? ആ വ്യക്തിക്ക് പിശാച് കൂടിപ്പോയതാ, അതുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. അതേ സമയത്ത് കൽബ് പൊട്ടാണ്. എന്തിന്? നാളെ ഞാൻ അള്ളാൻ്റെ കോടതിയിൽ പരാജയപ്പെടുമല്ലോ, എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്താണ് ഉസ്താദ് ഇതിനൊരു വഴി പറഞ്ഞു തരി, നിസ്കരിക്കാനാണ് കഴിയില്ല. അതേസമയത്ത് ഉസ്താദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ, ഇവിടെ ഉസ്താദ് ഞാനാണല്ലോ, എൻ്റെ അടുത്താണ് വരുന്നത്. അപ്പം ഞാൻ ഏതായാലും അവിടെ എന്താ വിചാരിക്കണത്? നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഏതായാലും തോൽക്കൂല, കാരണം അതിൽ കൊമ്മയൊന്നും വന്നിട്ടില്ല. അപ്പം ഇവിടെ നല്ലോനാരാ പിശാചിനെ കളയാൻ ഇയാൾക്ക് കഴിയില്ലല്ലോ. ഒരു നിലക്ക് ഇയാൾ നിരപരാധിയല്ലേ. കാരണം ഇയാൾക്ക് നമ്മൾക്ക് കഴിയാത്തതിനല്ലേ അഭയം തേടാൻ പറയുള്ളൂ. അള്ളാഹു നമ്മളോട് അഭയം തേടാൻ പറഞ്ഞുകൊണ്ട് എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിശാചിനെ കളയാൻ കഴിയില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? ഇന്നൊന്ന് സഹായിക്കണട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് അടിച്ചാൽ നിൽക്കണ ഒരുത്തൻ അടിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ അവിടെ മറ്റവനോട് ഞാനും വരണമെന്ന് ചോദിച്ചാൽ എന്തിനു അവിടെ ഇരുന്നോ, ഇപ്പം 2 അടിക്കാൻ തള്ളിയിടും, അങ്ങനെയല്ലേ പറയാം. അതേ സമയത്ത് നമുക്ക് അടിച്ചാൽ നിൽക്കാത്ത ഒരുത്തൻ വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? കൂടിത്തരണം കേട്ടോ, കുടുംബം കൂട്ടമൊക്കെ കൂട്ടും. ഒരു വലിയ ടീമാണ്. നമ്മൾ ആ ത്വലാഖിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുക, തല്ലുണ്ടാവും ഉറപ്പ്. അതുകൊണ്ട് ബാല്യക്കാരെല്ലാം പറഞ്ഞു അടി അങ്ങനെയല്ലേ പറയും മനുഷ്യന്മാരെ, അങ്ങനെയല്ലേ പറയാം. നമുക്ക് കഴിയാതിരിക്കുമ്പോഴല്ലേ ഒരാളോട് അഭയം തേടുക. ഇദാ ഖറഅ്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ പോലും പിശാചിൽ നിന്ന് അഭയം തേടണം അള്ളാഹിനോട്. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പിശാചിനെ ജയിക്കാൻ കഴിയില്ല. അപ്പൊ ഇവര് മനുഷ്യന് പിശാച് അതിന് തലേക്ക് കയറിപ്പോയി. അപ്പൊ ആ വ്യക്തി ഇവിടെ വന്നിട്ട് പറയാൻ ഉസ്താദേ നിസ്കരിക്കാൻ കഴിയണില്ലല്ലോ, കരിയ. അപ്പൊ നമ്മൾ അവനെ ആശ്വസിപ്പിച്ചു, അതിന് വഴി ഉണ്ടാക്കും, ബെജറാണ്ട വഴി ഉണ്ടാവും. ചിന്തിക്കുക, ആ വ്യക്തി എത്ര നല്ല ആളാണ്. അപ്പോൾ 7 വഴികളിൽ പിശാച് മനുഷ്യനെ ആരാധനയിൽ പ്രശ്നം ഉണ്ടാക്കും. ഒന്നാമത്തെ വഴി യൻഹാഹു അനി ത്വാഅതി, ആരാധനക്ക് സമ്മതിക്കൂല. അത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വഴി മാത്രമാണ്. കാരണം ഈ വിഷയത്തിൽ മനുഷ്യന് കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധം മനുഷ്യൻ്റെ ബാപ്പാൻ്റെ സ്വഭാവമാണ്. അതേ സമയത്ത് നിസ്കാരത്തിൽ കമ്മില്ലാത്ത എനിക്ക് അവിടെ കുറ്റബോധം ഇല്ല. ഈ വിഷയത്തിൽ ഞാൻ പൊട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. ഞാൻ അവിടെ പൊട്ടൂല എന്നുള്ളത് ആരെ ഭാഷയാണ് പറയണ? ഇബ്ലീസിന്റെ ഭാഷയാണ്. ചെറുപ്പക്കാരോടെ പറയണട്ടാ, ഞാൻ ഈ വിഷയത്തിൽ പൊട്ടൂല എന്നുള്ളത് ഇബ്ലീസിന്റെ ഭാഷയാണ്. അതേ സമയത്ത് പടച്ചോനെ ഞാൻ പൊട്ടിയല്ലോ, റബ്ബന ധാരദ്വാണ് പറമോനെ, ധാരദ്വാണ്. ബാപ്പാന്റെ ആദം നബി അലൈഹിസ്സലാം ബാപ്പാന്റെ ദ്വാണ്. റബ്ബന രക്ഷിതാവേ വലംന പൊട്ടിയല്ലോ, അതല്ലേ ഇതിന്റെ അർത്ഥം? റബ്ബേ ഞാൻ പൊട്ടിയല്ലോ. അപ്പൊ ഞാൻ പൊട്ടിയല്ലോ എന്നുള്ളത് ബാപ്പാന്റെ സ്വഭാവമാണ്. ഞാൻ പൊട്ടൂലാണല്ലോ ഇബ്ലീസിന്റെ സ്വഭാവമാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ്, എന്ത് സാധനം എനിക്ക് നിസ്കരിക്കാൻ കഴിയണില്ല എന്നൊക്കെ അരിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഞാൻ നിസ്കരിക്കാൻ കഴിയണില്ല എന്ന് അയാൾ പറയുമ്പോൾ അയാളെ ഭാഷന്റെ ഉള്ളിൽ എന്താണുള്ളത്? ഞാൻ പൊട്ടി പറയുടെ ചെങ്ങായി, ഞാൻ പൊട്ടിയാലോ അതാരുടെ സ്വഭാവമാണ്? അതിനെ ഒരു സ്വഭാവമാണ്. നിസ്കാരം അതിലൊന്നും ഞാൻ പൊട്ടൂല, അതാണ് അത് കേൾക്കുമ്പോൾ എനിക്ക് വന്നത്. അപ്പൊ എന്റെ മനസ്സിലാരാളുള്ളത്?
ഇബ്ലീസ്. നിസ്കാരത്തിലൊന്നും ഞാൻ പൊട്ടൂല, വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ, നിസ്കാരത്തിലൊന്നും ഞാൻ പൊട്ടൂല. അതൊക്കെ അൽഹംദുലില്ലാ, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇവിടെ പൊട്ടിയതാരാ? ഇവിടെ പൊട്ടിയതാരാ? യഥാർത്ഥത്തിൽ പൊട്ടിയതാരാ? ഉസ്താദ്. എന്തുകൊണ്ട്? ചതി പൊട്ടു. ആരുടെ ചതി? ബിസ്നതി. നല്ല പോലെ ചിന്തിക്കണം. തല കൊടുത്ത് 7 വഴിയിൽ പിശാച് മനുഷ്യന്റെ ഉള്ളിൽ കയറും. 7 വഴിയിൽ ത്വാഅത്തിൽ കയറും. അതിൽ ഒന്നാമത്തത് ത്വാഅത്തിനെ തൊട്ട് തടയുക. നിസ്കരിക്കാൻ കഴിയുന്നില്ല, നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ല. ഇത് ഈ വിഷയത്തിലെ ഏറ്റവും ചെറിയ വഴിയാണ്. എന്തുകൊണ്ട്? അതിൽ ഈ മനുഷ്യന് എന്തുണ്ടാവും? കുറ്റബോധം ഉണ്ടാവും. അള്ളാഹ്ക്ക് ആവശ്യം കുറ്റബോധമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അള്ളാഹുവോട് പൊറുക്കലിനെ തേടിക്കോളി, എന്നാൽ അള്ളാഹു പുറത്തു തരും. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളം ഒഴുക്കി തരും. വെള്ളം ഇഷ്ടം പോലെ ഒഴുക്കി തരും. ഞാൻ ദോഷിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പഠിച്ചോനെ ഞാൻ ദോഷിയാണല്ലോ മാപ്പാക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു തആല വെള്ളം ഇറക്കി തരും, നിങ്ങളെ തോട്ടങ്ങൾ ഉഷാറാക്കി തരും. നിസ്കരിക്കാൻ കഴിയാത്ത ഒരാളെ നമ്മൾ തോട്ടത്തിൽ പണിക്കൊളിക്കൂല. എന്തുകൊണ്ട്? നിസ്കരിക്കൂല. പക്ഷെ അവൻ എന്തുണ്ട്? തോപുണ്ട്, കുറ്റബോധമുണ്ട്. നമ്മക്കോ? അപ്പം നമ്മൾ ഓനെ പണിക്കൊളിക്കാതിരിക്കുക. ഒരു മമ്മദ് ഓനെ പണിക്കൊളിക്കൂല. എന്തേ? ഓം നിസ്കരിക്കൂല. നമ്മളെ തോട്ടത്തിൽ എല്ലാം വെള്ളം കൂടി ഓം വന്നാൽ ഇല്ല, നിങ്ങളെൻ്റെ കൂടെ ഇല്ല. നമ്മളെ തോട്ടത്തിലുള്ള വെള്ളം കൂടി ഓം ആ തോട്ടത്തിൽ പണിക്കൊന്ന ആ വെള്ളം ഇല്ലാതെയാവും. വയജഅലക്കും ജന്നാത്തിൻ വയജഅലക്കും അൻഹാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅലക്കും ജന്നാത്തിൻ വയജഅലക്കും അൻഹാറ. നിങ്ങൾക്ക് അല്ലാഹു തആല നല്ല തോട്ടങ്ങൾ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ തോട്ടം ഉണ്ടാക്കി തരാം, വെള്ളം ഉണ്ടാക്കി തരാം. അപ്പോൾ നിസ്കരിച്ചവർക്കല്ലേ തോട്ടവും വെള്ളവും? ആർക്കാണ്? ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഓരോരുത്തരെ ഹിരണ്ടെടുത്താൽ എടാ നിസ്കരിച്ചവർക്ക് തോട്ടം ഉണ്ടാക്കി തരാൻ ആര് പറഞ്ഞു? തോട്ടം ഉണ്ടാക്കി കൊടുക്കൽ ആർക്കാണ്? മുസ്തഗ്ഫിറിന്. ഞാൻ ചെയ്യുന്നത് കുറ്റമാണ് എന്ന് ബോധമുള്ളവന്. ഇസ്തഗ്ഫിറു